ഹലോ ഗായ്സ്, ഇന്ന് ഒരു വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈവനിങ് പഴം പൊരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതെന്താണ് പഴം തന്നെ എപ്പോഴും പൊരിക്കണം എന്നുള്ളത്. ഫസ്റ്റ് ടൈം നമ്മൾ പഴം പൊരിച്ച സമയത്ത് ടീച്ചേഴ്സ് മാത്രമേ വാങ്ങുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ പൊരിക്കുന്ന പഴം തീരും എങ്കിലും നമ്മൾ എക്സ്ട്രാ ആയിട്ടൊന്നും അങ്ങനെ പൊരിക്കില്ല. 30 ഒക്കെയാണ് നമ്മൾ എപ്പോഴും പൊരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം നമ്മൾ പൊരിച്ചപ്പോഴേക്കും ഒരു 10-15 അങ്ങനെയാണ് കൂട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ അത്യാവശ്യം സ്നാക്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അതാണ് കൂടുതൽ ഇഷ്ടമല്ലോ, വലിയ പിള്ളേരല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പഴംപൊരി നോർമലി കണ്ടുവരുന്നതാണല്ലോ. നമ്മൾ സ്നാക്സ് ഈവനിങ് ഒക്കെ ആകുമ്പോൾ തീരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്നുകൂടി പൊരിക്കുമ്പോഴേക്കും കുട്ടികൾ വാങ്ങാൻ വാങ്ങി തുടങ്ങിയപ്പോഴേക്കും ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ അത്രയും ലൈവായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ചൂടുള്ളത് കൊണ്ടായിരിക്കും ഇപ്പോൾ പഴംപൊരിക്ക് നല്ല ഡിമാൻഡാണ് കേട്ടോ. എല്ലാ പിള്ളേരും പഴംപൊരി വാങ്ങാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാനും ഒരു ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 4 കപ്പോളം മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പഴം പൊരിക്കാമെന്ന് കരുതുന്ന സമയത്ത് നല്ലൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ. വെയിലും മഴയും കൂടി ഉള്ളൊരു ക്ലൈമറ്റാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ അത്യാവശ്യം നമ്മൾ ക്യാൻറ്റീനിലേക്കും അതുപോലെ തന്നെ ഷോപ്പിലേക്കൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളിപ്പോൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ മഴ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായും നമ്മളൊരു ചായ കുടിക്കാം, കടി കഴിക്കാമെന്ന് സ്വാഭാവികമായി ചിന്തിക്കും. അതുപോലെ തന്നെ കുട്ടികൾ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ നമ്മൾ താഴെ തന്നെയാണ് വെച്ചേക്കുന്നത്, പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പാകത്തിന്. പിന്നെ കപ്പിൽ നമ്മൾ ഒഴിക്കണേക്കാളും കുറച്ചും കൂടി ബെറ്റർ നമ്മൾ ഇതുപോലെ ഒരു മിനറലിൻ്റെ ഒരു കുപ്പിയിൽ എടുക്കുന്നതാണ് കേട്ടോ. വെച്ചാൽ മീൻസ് നമുക്ക് വെള്ളം ഒഴിച്ച് അങ്ങ് സെറ്റായി എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മളെപ്പോലെ പുതിയ ഒത്തിരി ഒന്നും അങ്ങനെ ചെയ്ത് നോക്കാത്ത ആൾക്കാർക്ക് ഈ ഒരു അളവാണ് കറക്റ്റ് കേട്ടോ. പിന്നെ ഞാൻ ഹൈലൈറ്റായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ മാവ് നമ്മൾ കുഴയ്ക്കുമ്പോഴേ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. നന്നായി സോഫ്റ്റായി കറക്റ്റ് പരുവായി കഴിഞ്ഞിട്ട് പിന്നെ പൊടിയിടുകയാണെങ്കിൽ അത് കുറച്ച് ഹാർഡായി പോകും കേട്ടോ. അതിനൊക്കെ ഭേദം നമുക്ക് നല്ല സോഫ്റ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പൊടികളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ പഴം ഒന്ന് ജസ്റ്റ് മുക്കി പൊരിക്കാനായിട്ട് ഇടാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 കഷ്ണം പഴം അതിനകത്ത് ഇട്ട് വെച്ചിട്ട് പൊരിക്കാനിടുക. അപ്പോൾ കുറച്ച് മാവൊക്കെ പിടിച്ച് നല്ല രീതിയിൽ തിക്കാവും കേട്ടോ. പിന്നെ ഇതിനകത്ത് ഞാൻ പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും മാത്രമേ കുറച്ചുകൂടി ഇട്ടിട്ടുള്ളൂ. മാവ് കുറവാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ പുറമേ ചെയ്ത് കൊടുക്കണം, ഇങ്ങനെ ചെയ്യാം, കുറച്ച് തിക്കായിട്ടിരിക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ടും ഇരിക്കും. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോഡാപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് സോഡാപ്പൊടിയൊന്നും ഇഷ്ടമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഹെൽത്തിന് നല്ലതല്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷമാണ് പഴം ഇടുന്നതെന്നുണ്ടെങ്കിൽ ഓൾറെഡി ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചും മറിച്ചും ഇടുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം, പഴം പൊട്ടിപ്പോകരുത്. കാരണം ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു എന്ന് കരുതി നമ്മൾ വേഗം തന്നെ എടുത്തിടരുത്. പിന്നെ നമുക്ക് എണ്ണ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തെറിച്ച് മേത്തേക്ക് വീഴാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചും ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ക്ലൈമറ്റ് കാണുമ്പോൾ അറിയാം, ഒരു വെയിലും മഴയും കൂടി ഉള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ അമ്മയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം നാളത്തെ കാര്യത്തെ പറ്റിയും അതുപോലെ തന്നെ ഇനി എന്തായിരിക്കും ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിചയമുള്ളൊരു ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്കും വീഡിയോ എടുത്തതിനൊട്ട് സമയം ഉണ്ടായിരുന്നില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലും കൂടിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. കുറച്ച് വീഡിയോസൊക്കെ അവരെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി പിന്നെ ഹസ്ബൻഡ് പാലൊക്കെ വാങ്ങുന്നതിന് ശേഷമാണ് ഞാൻ കുറച്ച് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയായി പോകാന്നുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണയിൽ തന്നെ ഇട്ട് വിടിപ്പിക്കാൻ ശ്രമിക്കേണ്ട. നമ്മളെടുത്ത് കഴിയുമ്പോഴേക്കും അത് റെഡി ആയിക്കോളും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.